540. നമ്മളൊരു 350 കൊടുക്കാം. അടിപൊളി 350. അതായത് 1800 രൂപയ്ക്ക് ഒരു വണ്ടിക്ക് വേണ്ടത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു കാറിന് വേണ്ട മുഴുവൻ സാധനം. അതെ, ഈ വീഡിയോക്ക് പഴയ റേറ്റിന് തന്നെ 1500 രൂപയ്ക്ക് തരാം. 70. അതെ, എന്താ അല്ലേ? അതായത് ഇതും 1800 തന്നെ ഉള്ളൂ. ഇത് 1800 ഉള്ളൂ. ശരി, ഇതിന് 1800 ഉള്ളൂ. 1800. അതായത് ഇത് നോക്കിയോ നിങ്ങൾ, ഇത് മിനിമം ഒരു 5 രൂപ ഇല്ലാണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. 10 രൂപ ഇല്ലാണ്ട് കിട്ടില്ല. അതന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു 400 സ്റ്റാർട്ട് ചെയ്ത് 650 വരെ ഉള്ളൂ. ഓക്കെ, അത് ഒരുവിധം എല്ലാ വണ്ടി. ഞാൻ ശരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിലുള്ള നമ്മുടെ ഷിഫ കാർസിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1000 അല്ല 10000 അല്ല അതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും ഒരു 2-3 കൊല്ലത്തിനിടയ്ക്ക്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം എനിക്ക് തോന്നുന്നു മില്യൺ അടിക്കാത്ത ഒരു വീഡിയോ പോലും കോയമ്പത്തൂരിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സറീസ് എന്ന് പറഞ്ഞ സാധനം ഒരുവിധം എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള സാധനമാണ്. ഒരു വാഹനം ഉപയോഗിക്കുന്ന ഇപ്പോൾ കാറായാലും ബൈക്കായാലും എന്ത് തന്നെയായാലും ഒരുവിധം എല്ലാവർക്കും വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ കാണിച്ചിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു കാർ സ്റ്റീരിയോ, അതായത് 3500 രൂപ മുതലൊക്കെ 3000 രൂപ മുതലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കാർ സ്റ്റീരിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ പഴയ ഒരു FFൻ്റെ സാധനം വെക്കുന്ന ആ ഒരു പൈസക്കൊക്കെ നമുക്ക് ഇവിടുന്ന് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിലവിലിപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്കൊക്കെ കുറച്ച് കുറവാണ്. എങ്കിലും ഇവിടെ അടുത്തുള്ളതിലും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് എക്സാക്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൻ്റെ നടുവിലാണ്, പഴയ മാർക്കറ്റിൻ്റെ നടുവിലാണ്. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഉക്കടം വരിക, ജസ്റ്റ് ഇവിടെ വരിക, ഷിഫ കാർസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഏറ്റവും വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. മെയിനായിട്ട് പറയേണ്ടത് ഇവിടെയുള്ള സാധനങ്ങളുടെയൊക്കെ കണക്കാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഏറ്റവും പ്രൈസ് ബെനിഫിറ്റിൽ തരാൻ പറ്റുന്ന കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഉക്കടം മാർക്കറ്റിനുള്ളിലുള്ള ഷോപ്പ് എന്ന് പറയുന്നത്. വിശാലമായ ഷോപ്പാണ്. 8485 ആണ് ഇവരുടെ നമ്പർ വരുന്നത്. ആ ഒരു ഷോപ്പിൻ്റെ നമ്പർ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ള നമ്മുടെ നാസിഫ് ബ്രോ ആണ്. നാസിഫ് ബ്രോ, ഹായ് ബ്രോ, ഫോർട്ട് മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് സാധനങ്ങൾ കാണിച്ചു കൊടുത്താലോ? യുദ്ധമൊക്കെയാണ്, എവിടെയും സ്റ്റോക്കും സാധനങ്ങളൊന്നും ഇല്ല. മാക്സിമം കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് റേറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയാലും തീരാത്തത്ര ഐറ്റംസ് ഉണ്ട് അല്ലേ? പിന്നെ നമുക്ക് എന്തായാലും കാണിച്ചു തരാലോ. ഇന്ന് നമുക്കൊരു എപ്പോഴും തുടങ്ങുന്നതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവരുടെ കുറെ സീറ്റ് അതുപോലെ തന്നെ മാറ്റ് അങ്ങനെ ഐറ്റംസ് ഉണ്ട് അല്ലേ? ഇവിടെ സീറ്റ് മാറ്റുകൾ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ഭാഗത്ത് അങ്ങ് തുടങ്ങാം. ആദ്യം തന്നെ മുമ്പിൽ തന്നെ കണ്ണുകൾ തുറന്നിരിക്കുന്ന ഹെഡ്ലൈറ്റ് നമ്മള് മാക്സിമം ഈ ലെജൻസ് ബ്രാൻഡിന്റെ ഡീലർഷിപ്പ് നമ്മളെ ഉണ്ട്. നിങ്ങൾക്ക് ഹോൾസെയിൽ വേണമെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് മാനുഫാക്ചേഴ്സ് ആണോ? ഹെഡ്ലൈറ്റ് മാനുഫാക്ചർ ഇന്ത്യൻ ബ്രാൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലുമാക്സ് അതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് ഏകദേശം അതിന്റെ 90% ക്വാളിറ്റി കൊടുക്കാൻ പറ്റും അല്ലേ? അതായത് നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി നോക്കുക. അത് ഒറിജിനൽ സാധനത്തിന് വലിയ സാധനങ്ങൾ അല്ലേ? ഇത് കുറച്ച് പഴയ മോഡൽ വണ്ടികളുടെ ഇത് മാക്സിമം ഇപ്പോൾ എല്ലാവരും പുതിയ വണ്ടികളിലും വീട്ടിലൊരു പഴയ വണ്ടി ഉണ്ടാവും. അതിപ്പോ FC ചെയ്യുമ്പോഴോ ഒരു റിന്യൂ ചെയ്യുമ്പോഴോ അങ്ങനത്തെ സാധനങ്ങൾ തപ്പി അന്വേഷിക്കും. ഈ ബൊലേറോന്റെ ഒരുപാട് ആൾക്കാർ തപ്പി നടക്കുന്ന സാധനങ്ങളാണ്. അതെ, നിങ്ങൾക്ക് ഫേഡായി പോയി ഇതായി പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ആൾട്ടോ ആണ്, ഇത് സാൻഡ്രോ ആണ്, ഇത് നമ്മുടെ ടൈപ്പ് 1 സ്വിഫ്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്വിഫ്റ്റ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ഇത് ബൊലേറോ, ബൊലേറോയിൽ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഈ സ്വിഫ്റ്റിന്റെ എന്ത് റേറ്റ് ഉണ്ട്? സ്വിഫ്റ്റ് ഒക്കെ ഇപ്പൊ ഒരു 1200 കിട്ടും ഒരു പീസ്. നിങ്ങൾക്ക് MRP വന്നിട്ട് എങ്ങനെയും ഒരു 2200 ഉണ്ടാവും. നമ്മൾ 1200 കൊടുക്കും. അതുപോലെ തന്നെ ഇത് ഓൾട്ടോ 800, ഇതൊക്കെ 1300 കിട്ടും. ഇതൊക്കെയാണെങ്കിലോ സാൻഡ്രോ ഒരു 850 കിട്ടും. അത്രേ ഉള്ളൂ അല്ലേ? 850 റുപ്പീസ് ഒരു പീസ് അങ്ങ് കൊടുക്കും. ഒരു പീസ് അങ്ങനെ കൊടുക്കും. അതായത് പക്ക ലോക്കൽ സാധനമൊന്നും അല്ല, അത്യാവശ്യം നല്ല അടിപൊളി ലെജൻസ്. ഇപ്പൊ അവര് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ടാറ്റ എസിനൊക്കെ അവര് തന്നെ ഒറിജിനൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് വാല്യൂ കൂടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് ഓൾട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു 750 കൊടുക്കും. ഓൾഡ് ഷേപ്പ് മോഡൽ അല്ലേ? ഓൾഡ് ഷേപ്പ് മോഡൽ. ഇപ്പൊ ഇതാണെങ്കിൽ ബൊലേറോ ഈ ഓൾഡ് മോഡൽ വെച്ച് 1300, പുതിയ മോഡൽ 1400 അല്ലേ? ഒരു ചെറിയ. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ടെയിൽ ലാമ്പ് അവൈലബിൾ ആണ്. ടൈപ്പ് 1 സ്കോർപിയോ. ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇതൊക്കെ നമ്മുടെ പഴയ സ്കോർപിയോടെ ഒരുവിധം എല്ലാ വണ്ടിയും പഴയ വണ്ടികൾ. അതായത് നമ്മള് പുതിയതാക്കും, പെയിന്റിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ അതിന് മാറ്റുന്ന അങ്ങനെ കംപ്ലീറ്റ് സാധനം. ഇതൊക്കെ പഴയ സ്കോർപിയോ ആണ്. ഇതൊക്കെ എവിടെയും കിട്ടൂല നിങ്ങൾക്ക്. എന്ത് പ്രൈസ് ഉണ്ട് ഇത്? നമുക്ക് നോക്കി MRP വരുന്നത് 540. നമ്മളൊരു 350 കൊടുക്കുക. അടിപൊളി 350. എനിക്ക് തോന്നുന്നു നാട് മുഴുവൻ തപ്പിയെടുത്തിനും കിട്ടാത്ത സാധനങ്ങളാണ്. പഴയ വണ്ടികളുടെ എല്ലാത്തിനും ഉണ്ടോ? ഓൾമോസ്റ്റ്. ഉണ്ട് അല്ലേ? പിന്നെ ഇതൊക്കെ നോക്കി ഇന്നോവയുടെ
ഇന്നോവയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈപ്പ് 4ലേക്കൊക്കെ ആക്കാൻ വേണ്ടിട്ട്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് വെറും 1000 റുപ്പീസിന് ഒരു പീസ്, അതായത് ബാക്ക് ടൈലിന്റെ അല്ലേ, ടൈലിന്റെ. അതുപോലെ തന്നെ എറ്റിയോസിന്റെ ഉണ്ട്. എറ്റിയോസ് നാട്ടിൽ നിന്ന് വരുന്ന കസ്റ്റമർക്ക് അധികം എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ്. അതൊക്കെ നമുക്കൊരു 1000 റുപ്പീസിന് കിട്ടും. ഇതിന്റെ അകത്തേക്ക് ഇരിക്കുന്നത് ഇപ്പൊ ഈ ഇരിക്കുന്നത് എല്ലാം തന്നെ ഓരോ വണ്ടികളുടെ ഓരോന്നിന്റെ അല്ലേ, ഒരു വിധം എല്ലാം ഉണ്ട്. അതെ. പിന്നെ ഈ ഇരിക്കുന്നത് ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ നമുക്ക് വന്നിട്ട് ഇപ്പൊ ഇല്ല ഇത് നമ്മുടെ സൈഡ് ബേസ് വണ്ടി എടുക്കുമ്പോ നമ്മുടെ ഡോർ ബീഡിങ് പറയും. സൈഡിലെ ഡോറിന്റെ സൈഡിലോട്ട് പ്രൊട്ടക്ഷൻ അതൊക്കെ നമുക്ക് കമ്പനിയിൽ എടുക്കുമ്പോ 4000 എന്നൊക്കെ വരും. ഇത് ന്യൂ ബലേനോ, ഏറ്റവും പുതിയ ബലേനോ. ഇത് വന്ന് നമുക്കൊരു 900 റുപ്പീസ് വരുള്ളൂ, 900 റുപ്പീസ് വരുള്ളൂ ഫുൾ സെറ്റ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് ഇതൊക്കെ വണ്ടിന്റെ ബോഡി കവറുകൾ. അതെ, നമുക്കൊരു 750 800 തുടങ്ങി ഒരു 1200 വരെ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് മിലിറ്ററി ടൈപ്പ് ഉണ്ട്. മിലിറ്ററി ടൈപ്പ് 1500 സ്റ്റാർട്ടിങ് വരും. മുടിഞ്ഞ വെയിറ്റും അല്ല, നല്ല വെയിറ്റ് ആണ്. വിത്ത് വാട്ടർ പ്രൂഫ് കോട്ടിങ്ങോടെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെച്ചോട്ടോ, ഏറ്റവും കൂടുതൽ ഇപ്പൊ ആവശ്യമുള്ള സാധനമാണ്. ഇതിപ്പോ ആൾക്കാർ കാണുമ്പോ ഒരു ഓൾഡ് മോഡൽ എന്നൊക്കെ പറയും, പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. എന്താ പറഞ്ഞാൽ നിങ്ങൾ എത്ര സീറ്റ് ഇട്ട് ഇരുന്നാലും ആ വെന്റിലേറ്റിംഗ് സീറ്റ് ഇല്ല പറയുമ്പോൾ നമുക്ക് പുറക്ക് ചൂടാവും. ഇത് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നിങ്ങൾ അധിക നേരം ഇരുന്ന് ഓടിക്കുമ്പോ പുറം വേദന ഒന്നും വരില്ല. ഇത് ആക്ച്വലി ഇപ്പോ വാറൊക്കെ ആയ കാരണം പ്രൈസ് അൺസ്റ്റേബിൾ ആണ്. ഇന്നത്തെ പ്രൈസിൽ 550 ഒരു സീറ്റ്, ഒരു ഫുൾ സീറ്റ് ആണ്. നിങ്ങൾക്ക് പൊതുവെ ചെറിയ സീറ്റിന് തന്നെ 400 രൂപ വരും. 500 റുപ്യക്ക് നമ്മള് 500 രൂപയ്ക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും കെട്ടി ഉണ്ടാക്കണ്ടേ, അതിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതെ, ഇത് 550 റുപ്പീസ് വരും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോഡൽ ക്വാളിറ്റി ഉണ്ടോ? ഇതിലൊരു 2-3 ക്വാളിറ്റി ഉണ്ട്. നിലവിൽ ഇതുണ്ട് മുന്നിൽ, ബാക്കിയുള്ള നമുക്ക് കാണിക്കാം. അതെ, ഇനി അടുത്തായിട്ട് നമുക്ക് മെയിൻ സാധനങ്ങളൊന്നും കാണിച്ചു കൊടുത്താലോ? അത് ഇങ്ങനെ ഞാൻ ഓരോന്നിട്ട് പോയത്. ഓക്കെ, സീറ്റ് കവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് വിപ്ലവമായ ഒരു വിലക്കാണ് കൊടുക്കാൻ പറ്റുക അല്ലേ? അതെ, സീറ്റ് കവർ പറയുന്നത് ഇന്ത്യയിൽ തന്നെ വേറെ ആർക്കും ഇങ്ങനെ വിൽക്കാൻ പറ്റുമോ? അത് ഭയങ്കര ഡൗട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കേട്ടു, ഞാൻ ചുമ്മാ തള്ളുന്നതല്ല ആരും പറയണ്ട. ഇതിപ്പോ നമ്മുടെ സീറ്റ് കവറിന്റെ സ്റ്റാർട്ടിംഗ് സാധനമാണ്. അതെ, ഇത് ഒന്ന് ബേസിക് എൻട്രി ലെവൽ ചെറിയ വണ്ടി വെച്ച് ഇപ്പൊ റിന്യൂവലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു അൾട്ടോ മാരുതിയിലൊക്കെ വെക്കാൻ. ഇപ്പൊ ഒന്നുമല്ല, നിങ്ങളൊരു മെറ്റീരിയൽ ഒരു 1000 റുപ്യക്ക് എടുക്കണം, ഒരു തുന്നാങ്കോല് 1000 റുപ്യ കൊടുക്കണം, കട്ടിങ്ങിന് ഒരു 700 രൂപ കൊടുക്കണം, പിടിപ്പിക്കാൻ ഒരു 500 രൂപ കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ 3500 കൊടുക്കണം. അത് ഞാൻ ഈ സെറ്റ് ഈ വണ്ടിക്ക് അങ്ങനെ ഈ ഒരു ലെയർ ഫോം കംപ്ലീറ്റ് ഒരു ചെറിയ വണ്ടികൾക്ക് വെറും ഒരു 1800 റുപ്യ കൊടുക്കും. എത്ര? 1800. അതായത് 1800 രൂപയ്ക്ക് ഒരു വണ്ടിക്ക് വേണ്ടത്. ഇതെന്ന് പറയുന്നത് ഒരു കാറിന് വേണ്ട മുഴുവൻ സാധനം. പിന്നെ വരുന്നത് കുറെ ഡിസൈൻ ഉണ്ട്. ഇത് എത്ര ക്വാളിറ്റി ഉണ്ട്? ഇതിപ്പോ എന്തായാലും നിങ്ങൾക്ക് ഒരു 2-2.5 കൊല്ലം ഒരു കുഴപ്പമുണ്ടാവും. എത്ര ടൈപ്പ് സാധനം ഉണ്ട് ഇതേപോലെ? ഈ 1800 വന്നിട്ട് നിങ്ങൾക്ക് ഡിസൈനുകൾ മാറുള്ളൂ. മെറ്റീരിയൽ ഇതാണ്, മെറ്റീരിയൽ സെയിം അല്ലേ? അതുപോലെ നമുക്ക് സീറ്റ് കവറിൽ വേറെ വെറൈറ്റിയും കൂടെ നമുക്ക് കാണിക്കാം. അതായത് ഇത് 1800 തന്നെ ഉള്ളൂ. ഇത് 1800 ഉള്ളൂ. ശരി, ഇതിന് 1800 ഉള്ളൂ. 1800 അല്ല, നിങ്ങൾ കൂലിയെ കൊടുക്കണം 1800 റുപ്യ തുന്നാൻ. ഇത്രയൊക്കെ തുന്നി എടുക്കണമെങ്കിൽ പൈസ എത്ര വേണം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സെറ്റ് നമ്മൾ കിറ്റ് 1800 രൂപയ്ക്ക് ഫ്രണ്ട് സീറ്റ് മാത്രമല്ല, ഫ്രണ്ടിലെ 2 സീറ്റ് അതുപോലെ ബാക്കിലെ 2 സീറ്റ് കംപ്ലീറ്റ് സെറ്റ് 1800 രൂപ കിട്ടും. ഇത് നമ്മളുടെ അടുത്ത് ഇവിടുന്ന് മേടിക്കുക, പുറത്ത് പോയി 500 റുപ്യ കൊടുത്താൽ ഫിറ്റ് ചെയ്യാനുള്ള സ്വന്തമായിട്ട് ചെയ്തു ഏർപ്പാട് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇവിടുന്ന് പണി കഴിഞ്ഞ് പോകണമെന്നുള്ളവർക്ക് ഒരു 500 കൊടുത്ത് ഫിറ്റ് ചെയ്ത് കിട്ടും. 500 കൊടുക്കേണ്ടത് ഇടാൻ വളരെ സുഖമാണ്. ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി ഇടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കേരളത്തിൽ നല്ല വേറെ എവിടെയും കിട്ടില്ല ഈ വിലയ്ക്ക് 1800 രൂപയ്ക്ക്, അത് ഗ്യാരണ്ടി കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ക്വാളിറ്റി ഏതാ? പിന്നെ സീറ്റ് കവർ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടികൾക്ക് എയർ ബാഗ് സീറ്റ് ആണ്. അല്ല, അതല്ല, അത് 1800 രൂപ കഴിഞ്ഞാൽ പിന്നെ ഒരു 2500 ബഡ്ജറ്റിലൊക്കെ അത് സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. 2500 ഇപ്പോ ഇവിടെ മുന്നിൽ വെച്ചിട്ടില്ല. 2500 3500 ഇതിപ്പോ 4000 റുപ്യാണ്. 4000. ഇതിന് വെറും 4000 ഉള്ളൂ. 4000 റുപ്യ. ഇത് വന്ന് പ്രോപ്പർ എയർ ബാഗ് വരുന്നത്, എയർ ബാഗ് സീറ്റ് കവർ, എയർ ബാഗിന്റെ ടാഗ് അടക്കം വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ ഇവിടെ ഒന്ന് ഇടിക്കൂട്ടോ. ഫുൾ ബക്കറ്റ് നാപ്പ ലെതറിന്റെ ഫുൾ ബക്കറ്റ് സീറ്റ് കവർ. അതായത് ഇത് നോക്കിയോ നിങ്ങൾ, ഇത് മിനിമം ഒരു 5 രൂപ ഇല്ലാണ്ട്, അത് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. 10 രൂപ ഇല്ലാണ്ട് കിട്ടില്ല. 10 രൂപ ഇല്ലാണ്ട് കിട്ടില്ല. 10 രൂപ ഇല്ലാണ്ട് കിട്ടില്ല. അതായത് ഇപ്പൊ ഒരു സാധനങ്ങൾ നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇത് അടിപൊളി സാധനം. 4000 4500 ഏറ്റവും ടോപ്പ് നമ്മുടെ വരുന്ന 4500. അതുപോലെ ഇതൊക്കെ നോക്കി, മെറ്റീരിയലിന്റെ ഫീൽ നോക്കി, ഇത് നിങ്ങൾക്ക് എയർ ബാഗ് അടക്കം വരും. ഇത് നമുക്ക് 4500 ബഡ്ജറ്റിന്റെ ക്വാളിറ്റി. ഇത് ശരിക്കും 5 സീറ്റ് തന്നെയല്ലേ? ഇത് 5 സീറ്റ്. അതായത് വേണ്ട കംപ്ലീറ്റ് സാധനം ഉണ്ട് കേട്ടോ. അതുപോലെ സ്വിഫ്റ്റ്, ഫ്രോങ്സ്, ബലേനോ, എർട്ടിഗ, സ്വിഫ്റ്റ് ഡിസയർ 7 സീറ്റൊക്കെ വരുമ്പോൾ റേറ്റ് കൂടുമോ? 7 സീറ്റർ വരുമ്പോ അതിനായിട്ടുള്ള റേറ്റ് കൂടും, ഒരു 2000 വരെ കൂടാതെ. അപ്പൊ ഇതൊക്കെ റോയൽ ബ്രാൻഡിന്റെ സീറ്റ് കവറുകളാണ്. ഇത് റോയൽ. ഇതാവുമ്പോ നമുക്ക് കൈ കൊണ്ടുപോവാം. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ബാഗ് വന്ന് ഇങ്ങനെ കൊണ്ടുപോകാം. ഇറക്കിയിടുന്ന ടൈപ്പ് അല്ലേ? ഇല്ല, ഇതൊക്കെ പ്രോപ്പർ
പ്രോപ്പർലി ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ബക്കറ്റ് സീറ്റ് ആണ്. ബക്കറ്റ് സീറ്റ് വരുന്നത് അല്ലേ? ഓക്കെ. ഇറക്കിയിടുന്ന ടൈപ്പിനാണ് വില കുറഞ്ഞ. ഓക്കെ. ഈ 4000 അബവ് വരുന്നതൊക്കെ ഫുള്ളി കംപ്ലീറ്റ്ലി ഫിറ്റ് ചെയ്യുന്ന മോഡലാണ്. ശരി ശരി. അപ്പൊ ഇതൊക്കെ നമുക്ക് 4000 4500 നാപ്പാൽ അതിൽ കിട്ടും. ശരി, നമ്മൾ 2500 പറഞ്ഞ സാധനം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. അതിപ്പോ വരും. പിന്നെ ഇത് വന്നിട്ട് എങ്ങനെ പറഞ്ഞാൽ കസ്റ്റമൈസ് സീറ്റ് കവർ നമ്മൾ ഇവിടെ തുന്നുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ തുന്നുന്നത് എല്ലാത്തിലും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ടിട്ടാണ് തുന്നുന്നത്. അത്യാവശ്യം നല്ല സ്പോഞ്ച് ഒക്കെ ഉണ്ടല്ലേ? ഇത് വന്ന് ഫുള്ളി നമ്മള് റെഡി ടു ഫിറ്റ് ആണ്. ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് വണ്ടിന്റെ നോക്കി ഇതൊക്കെ ഉള്ളിൽ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പി ഇടുമ്പോഴാണ് നല്ലോണം ടൈറ്റ് ആവുക അല്ലേ? ഈ നൂല് ഇത് എന്താ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി. വണ്ടി ഏതാ? ഇത് ടാറ്റ പഞ്ച് 2026 പഞ്ചിന്റെ അല്ലേ? ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തതാണ്. ഇത് ഡിസൈൻ ചെയ്ത് 1 ഡേ സമയം വേണം. നമ്മൾ മുന്നത്തെ ദിവസം ഡിസൈനും ഇത് അയച്ചാൽ നമ്മുടെ അളവെല്ലാം ഉണ്ട്, ഞാൻ അടിച്ച് റെഡിയാക്കി തരും. ഇതാവുമ്പോൾ നമുക്ക് റേറ്റ് വന്നിട്ട് സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ നിങ്ങൾക്ക് 6000 വരും. അതായത് നമ്മൾ ഡിസൈൻ നമുക്ക് ഇങ്ങനെ പാലറ്റ് ഉണ്ട്, കളർ പാലറ്റ്. അതിൽ ഏത് കളർ ചൂസ് ചെയ്തിട്ട് എല്ലാം ഹെവി മെറ്റീരിയൽ ആണ്. ഇതൊക്കെ 10,000 വരെ മാർക്കറ്റിലെ മെറ്റീരിയൽ ആണ്. ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എന്ത് കളർ വേണമെങ്കിലും റെഡി സ്റ്റോക്ക് പറഞ്ഞാൽ ഒരു ദിവസം ടൈം തന്നാൽ നമ്മൾ തുന്നി ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള മോഡലിൽ ഡിസൈൻ ചെയ്ത് തരുന്നത് സ്റ്റാർട്ടിംഗ് വരുന്ന 6 രൂപ. അതെ, ഇതൊക്കെ നമ്മൾ വന്ന് കമ്പ്യൂട്ടർ കട്ടിങ് ആണ്. അതെ അല്ലേ? അത് വന്നിട്ട് നമ്മൾ കയ്യിൽ കട്ട് ചെയ്യുന്നത് കറക്റ്റ് കിട്ടും, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതെ അതെ. പിന്നെ നമുക്ക് മാനുവലായിട്ട് കട്ട് ചെയ്യുന്നത് 5500 രൂപ വരുള്ളൂ. ഇത് വേറൊരു കേസ് ഉണ്ട്, ഈ പറഞ്ഞ സാധനം പോലും നിങ്ങൾ ബെസ്റ്റ് പ്രൈസ് ആണ്. ബെസ്റ്റ് പ്രൈസ്. അതായത് നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ സാധനം കൂടെ അറിഞ്ഞിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഇത് നോക്കി, ഇതൊരു കസ്റ്റമർ മൂപ്പര് ഡിസൈൻ ചെയ്തതാണ്. ഒരു കസ്റ്റമർ മൂപ്പര് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് സ്വിഫ്റ്റ് ഡിസൈറിന് വേണം പറഞ്ഞു. പക്ഷെ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 6500 ആണ്. ചെറിയ വ്യത്യാസമാണ്. പക്ഷെ മെറ്റീരിയലിനനുസരിച്ച് പോലെയാണ് റേറ്റ്. നമുക്ക് കട്ടിങ് ചാർജ് സെയിം. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ സ്റ്റിച്ചിങ്ങിൽ ഒരു ക്വാളിറ്റി ഉണ്ടോ? ഒരു സൈഡ് പോലും ഒരു പൊട്ടലോ ഒന്നും ഇല്ലാണ്ട്. അതുപോലെ ഇത് കമ്പ്യൂട്ടർ കട്ടായ കാരണം എഡ്ജ് ടു എഡ്ജ് 1 mm പോലും 3 കൊല്ലമൊക്കെ കിടക്കൂലേ? ഇത് 10 കൊല്ലം വരെ കിടക്കും, നല്ലോണം ഉപയോഗിച്ചാൽ. നല്ലോണം ഉപയോഗിച്ചാൽ. ഇത് മെറ്റീരിയൽ പറയുന്നത് ഹെവി സാധനമാണ്. നമ്മൾ റെഡിമെയ്ഡ് ഒക്കെ കാണിക്കുന്ന പോലല്ല, നല്ല ഒരുക്കി ഫിറ്റ് ചെയ്ത് ഉറപ്പ് പറയാൻ പറ്റും. അതെ, നമ്മൾ നല്ല ഒരു ഇതായിട്ട് കൊടുക്കുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും കസ്റ്റമർക്ക്, കൊടുക്കുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആ ഉള്ളിലിരിക്കുന്ന മുഴുവൻ സ്റ്റീരിയോയും സംഭവങ്ങളാണ്. അത് നമുക്ക് കുറച്ചധികം പറയാണ്ടല്ലേ? അത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ സാധനങ്ങളല്ലേ? അതെ, ഇപ്പൊ കടയിൽ കയറി പറഞ്ഞ എന്തായാലും കസ്റ്റമേഴ്സ് ചെറിയ സാധനങ്ങൾ. എന്ത് വിലയുണ്ട്? ഇതൊക്കെ 100 രൂപ വരെ ഉള്ളൂ. 100 രൂപ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? വണ്ടിയൊക്കെ വാഷ് ചെയ്യാനുള്ള ആവശ്യത്തിന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഇനി മഴക്കാലാണ് വരുന്നത് അല്ലേ? വൈപ്പർ ബ്ലേഡ്സ്. അതൊക്കെ എന്താ റേറ്റ്? വൈപ്പർ ബ്ലേഡ്സ് ഒക്കെ ജസ്റ്റ് ഒരു പീസ് 150 വരുള്ളൂ. 150. ഒരു പെയർ എടുക്കുമ്പോൾ 300 വരും. ഓക്കെ, അത് താഴെ പല എല്ലാ മോഡലും ഉണ്ടല്ലേ? നമുക്ക് ഫ്രെയിം മോഡൽ, ഫ്രെയിംലെസ് മോഡൽ എല്ലാം ഉണ്ട്. ഇതൊക്കെ എന്ത്? റബ്ബർ ടൈപ്പ് ഫ്രെയിംലെസ്. ഓക്കെ, ഏതെടുത്താലും 150 താഴെ. 150. അത് 2 പീസാണോ 1 പീസാണോ? 2 പീസ് 300, 1 പീസ് 150 അല്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. കാരണം ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ എല്ലാവരും വൈപ്പറും കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മാറ്റ് ഉണ്ട്. മാറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതിന് മുമ്പതായിട്ട് ഇതൊക്കെ നല്ല അടിപൊളി ഇരുമ്പാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ മാക്സിമം കേരളത്തിൽ നിന്ന് ഓടിച്ചു വരുന്നത് ആര് പറഞ്ഞാൽ ടീ ബോർഡ് കസ്റ്റമേഴ്സ് ആണ്, ടാക്സി ബോർഡ് കസ്റ്റമേഴ്സ്. അവർക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. ടാക്സി വണ്ടി പറഞ്ഞാൽ എങ്ങനെയാണ്, അപ്പൊ അതിന് കാരിയർ, റിയർ ബമ്പർ, ഡോർ വേസ്റ്റർ, മാറ്റ്. ടാക്സിക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു. ടാക്സിക്ക് എന്തായാലും ഇപ്പൊ ഇമ്പാക്ട് ഒക്കെ ആയി പറഞ്ഞാൽ ഇതൊക്കെ കണ്ടോ? ടാക്സി വണ്ടി എന്ന് വരുമ്പോ ഒരു ഓണർ വേറെ ആളായിരിക്കും, ഡ്രൈവർ വേറെ ആളായിരിക്കും. ഇനിയിപ്പോ ചിലപ്പോ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു അല്ലേ? ഇല്ല, ഇത് നമുക്ക് ലീഗലാണ്. അല്ല, നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞേ. ബാക്കിൽ ലീഗലാണ്, പക്ഷെ അത് പറയാൻ പറ്റും ചിലപ്പോ പൊക്കും. ഇല്ല, ബാക്കിൽ ലീഗൽ, ഫ്രണ്ടിൽ ലീഗൽ അല്ല. ഓക്കെ, ഇത് നമ്മുടെ കാരിയേഴ്സ് വന്നിട്ട് ഇങ്ങനത്തെ ഇത് റൂഫ് ഇത് നോക്കി എർട്ടിഗയ്ക്ക് വരുന്നതാണ്, സെയിം ബോഡി കളറിൽ വരുന്നത്. ഈ ബമ്പേഴ്സ് ഒക്കെ നമുക്കൊരു 2200 ആ ബഡ്ജറ്റിൽ വരും. 2200, 2500 അങ്ങനെ മോഡൽ അനുസരിച്ച് വരുന്നത്. ഇതൊക്കെ എന്ത് വരുന്നുണ്ട് വില? ഇതൊക്കെ നമുക്കൊരു ഫിറ്റിംഗ് അടക്കം 11,000 വരും. ഇത് വേറൊരു കേസ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ഹെവിയാ തോന്നുന്നു, പക്ഷെ ഇത് വലിയ ഹെവി ഒന്നും അല്ല കേട്ടോ. ഇത് ABS പ്ലാസ്റ്റിക് ആണ്. അതെ, വലിയ വെയിറ്റ് വരില്ല. ABS പ്ലാസ്റ്റിക് ഇതുള്ളത് വണ്ടിയിൽ അറിയില്ല. അതുപോലെ ഇങ്ങനത്തെ കാരിയറുകളുണ്ട്. ഈ കാരിയറുകൾ എടുക്കുമ്പോൾ നമുക്ക് ടീ ബോർഡ് ഇത് കവർപ്പ് ചുറ്റി വെച്ചിട്ടാണ്. മെറ്റലാണ്, അലുമിനിയം ടൈപ്പ് ആണ്. 3,500 റുപ്പീസ് ഇൻക്ലൂഡിങ് ചെയ്ത് ഒരുവിധം എല്ലാ വണ്ടിക്കും പറ്റില്ലേ? മാക്സിമം എല്ലാ വണ്ടികൾക്കും പറ്റും. ഇതൊക്കെ വീൽ കവേഴ്സ് ആണ്. ഈ വീൽ കപ്പിന്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ വണ്ടിയുടെ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച കുറെ സീറ്റ് കവറൊക്കെ വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ മോഡൽസ്, വീൽ കവറിന്റെ മോഡൽസ്. ഇതൊക്കെ എന്ത് റേറ്റ് ഉണ്ട് ബ്രോ? ഇതൊക്കെ നമുക്കൊരു അതന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 400 സ്റ്റാർട്ട് ചെയ്ത് 650 വരെ ഉള്ളൂ. ഒരുവിധം എല്ലാ വണ്ടി. അതെ, ഇപ്പൊ ഇങ്ങനത്തെ മോഡലൊക്കെ എടുക്കുമ്പോൾ ഒരു 600 രൂപ വരും.
ഇതൊക്കെ ഇപ്പോൾ കുറച്ച് ട്രെൻഡി മോഡൽസ്. അതെ അതെ. ഇതൊക്കെ എടുക്കുമ്പോൾ 600 വരും, 600 വരും. അതന്നെ ഞാൻ പറഞ്ഞ പോലെ 400 തുടങ്ങി 650 വരെ ഉള്ളൂ. ഏത് വണ്ടിന്റെ വീൽ കപ്പ് വേണേലും വരിക. ഇത് അടുത്തിട്ടേക്കുന്ന മോഡൽസ് കണ്ടാലും പൊടി ഉണ്ടെന്നുള്ളൂ. ഏത് വേണേലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇനിയാണ് മെയിൻ സാധനം മാറ്റ്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കും ബ്രോ. മാറ്റ് ഇപ്പൊ സ്റ്റാർട്ടിങ് ഇതൊക്കെ ഒരു 500 വരും. 500 രൂപ മറ്റേ കൊട്ട പോലത്തെ. ഇത് 400 നമ്മുടെ PVC മാറ്റ്. 10 കിലോ വെയിറ്റ് ഉണ്ട്. PVC റബ്ബർ മിക്സ്ഡ് മാറ്റ്. ഇത് 1000 റുപ്പീസ് വരും, യൂറോ കാറിന്റെ. പ്രാവശ്യം കുറച്ച് ബ്രാൻഡ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നൂഡിൽസ് മാറ്റ് നിങ്ങൾക്ക് 1000 വരും, 1000 രൂപയ്ക്ക് മുഴുവൻ സാധനല്ലേ? അതെ. ഇത് ലാസ്റ്റ് ടൈം നിങ്ങൾ കണ്ടതിനേക്കാളും ക്വാളിറ്റി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഈ സാധനം കാണുമ്പോൾ തന്നെ അറിയാം. അതെ, റേറ്റും കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ വീഡിയോക്ക് പഴയ റേറ്റിന് തന്നെ 1500 രൂപയ്ക്ക് തരാം. 70. അതെ. എന്താ മൊത്തത്തിൽ ഒരു 4-5 സാധനം എടുക്കുമ്പോൾ ഒരു 1400 വെച്ച് തരാം. 1400 രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള 70 മറ്റേ ഇവിടെ സിംഹമൊക്കെ ഉണ്ടല്ലോ. ഇത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കടയിൽ ഒരു 4-5 സാധനം എടുക്കുക വെച്ചെങ്കിൽ ഇത് 1400 തരാം. 1500 ആണ് ഓഫർ പ്രൈസ്. പിന്നെ ഇത് വന്നിട്ട് കാർ സ്പെസിഫിക് മാറ്റ് എർട്ടിഗ. ഇത് 7 സീറ്റർ ആണ്. 7 സീറ്റർ അല്ലേ? നോക്കി, ഇപ്പോ ഇത് ഫ്രണ്ട്, ഇത് മിഡില്, ഇത് ഏറ്റവും ബാക്ക്. ഇതൊക്കെ എടുക്കുമ്പോൾ സെറ്റ് 2000 വരും. 2000 രൂപ. 500 രൂപ കൂടുന്നുള്ളൂ അല്ലേ? 500 രൂപ. അത് കാരണം 2 സീറ്റ് എക്സ്ട്രാ കൂടിയല്ലോ അല്ലേ? സ്പേസ് കൂടിയല്ലോ അല്ലേ? പിന്നെ ഇത് കാർ സ്പെസിഫിക് മാറ്റ് ആണ്. ആ വണ്ടിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇളകൂല, കറക്റ്റ് ഫിറ്റിംഗ് കിട്ടും അല്ലേ? നോക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുവിധം നിങ്ങൾക്ക് വേണ്ട എല്ലാ വണ്ടിയുടെ ഐറ്റംസും ഇഷ്ടം പോലെ ഉണ്ട്. ലോഡ് കണക്കിന് സാധനം ഇവരടുത്തുണ്ട്. ഏത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. അതുപോലെ തന്നെ ഇനി ഉള്ളോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വേറെ കാണിക്കാനുണ്ട്. ജസ്റ്റ് ഞാൻ ഓടിച്ചൊന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ചെറിയ ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്ന അല്ലേ? എപ്പോഴും കാണിക്കുന്നത്. ഇതിപ്പോ ട്രെൻഡി ഐറ്റംസ് ആണ്. ഒരു അലോയ് വീൽ പോലെ അവിടെ വരുന്നത്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് കറങ്ങുകയൊക്കെ ചെയ്യും. അത് വെയിൽ തട്ടുമ്പോൾ ഇങ്ങനെ കറങ്ങും. ശരി. ഇതൊക്കെ എന്താ വില? ഇതൊക്കെ നമുക്കൊരു ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. 450 വരും. 450. ഇതൊരു 300. ഇത് 400. ഇതൊക്കെ പഴയ മോഡലാണ്. അതെ. ജസ്റ്റ് ചെറുത് കാണിക്കുന്നു. കുറെ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. പെർഫ്യൂം അല്ലേ? 200 രൂപ പെർഫ്യൂം, 250 രൂപ പെർഫ്യൂം, ഒരു 300 രൂപ. റൗണ്ട് മിറർ 150. ഡോർ ഗാർഡ് 100 നിന്ന് 300 വരെ ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിപ്പോ ചൂടിനൊക്കെ വേണമെങ്കിൽ സാധാരണ AC ഒക്കെ ഇല്ലാത്ത വണ്ടിക്കൊക്കെ വേണമെങ്കിൽ ഇതിപ്പോ നല്ല ട്രെൻഡിങ് ഫാസ്റ്റ് മൂവിങ് സാധനങ്ങളാണ്. ഇപ്പൊ വെയിൽ കുറച്ച് കൂടിയ കാരണം. ശരി. അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ. അതെ. അതേപോലെ ഇവിടെയുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം കൂടി പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയാണ് ഇത്. ഫ്രണ്ടിൽ എങ്ങനെ വെക്കും? ഫ്രണ്ട് ജസ്റ്റ് ക്ലാമ്പ് അടിച്ച് വെച്ച് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വ്യൂ മാത്രം കാണാനുള്ള ക്യാമറ. അപ്പൊ എങ്ങനെ സ്ക്രീൻ എങ്ങനെയാ? നമ്മൾ ആൻഡ്രോയിഡ് സ്ക്രീനിൽ ചിലർക്ക് ഓട്ടി പഠിക്കുന്നവർക്ക് ഫ്രണ്ടിൽ എന്തുണ്ടെന്ന് അറിയില്ല. ആൻഡ്രോയിഡ് സ്ക്രീനിലേക്ക് കിട്ടും. അങ്ങനെ കിട്ടും. ഓക്സ് ലൈനിൽ കൊടുത്ത് പറഞ്ഞാൽ ഓക്സിൽ കൊടുക്കുക. റിവേഴ്സ് ക്യാമറ പോലെ തന്നെ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിലും കൊടുക്കുക. ഓക്കെ. ഇത് നമുക്കൊരു 650 സംതിങ് വരെ ഉള്ളൂ. പിന്നെ അതുപോലെ ഇത് ഗ്രില്ലത്തെ ലൈറ്റുകൾ. ഇതൊക്കെ ഒരു 350 വെച്ച് തരാം. 350 രൂപീസ് അല്ലേ? ഓറഞ്ച് കളർ അല്ലേ? ഓറഞ്ച് കളർ. മോശമില്ലാത്ത ക്വാളിറ്റി ആട്ടോ. അതെ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ലൈറ്റ്, കാലിന്റെ അടി കത്തുന്ന ലൈറ്റ് നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്നത്. അതെ. ഇതൊന്നും മോശമൊന്നുമില്ല. ഇതൊക്കെ എന്ത് വില? ഒക്കെ പ്ലഗ് ആൻഡ് പ്ലേ, വയർ കട്ടിങ് ആവശ്യമില്ല. ഇതൊക്കെ ഒരു 500 രൂപ വരും. 500 ഉള്ളൂ. വിത്ത് ഏത് കളർ വേണമെങ്കിലും വെക്കാം. പിന്നെ സെൻസർ റിവേഴ്സ് സെൻസർ കാണിച്ചു തന്നു. അപ്പൊ നാസി ബ്രോ, നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീരൂല. കാരണം ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ നിന്നാലേ. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളുടെ നമ്പറൊക്കെ വെക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സീറ്റ് വേണമെങ്കിൽ 1800 രൂപ മുതൽ ഒരു വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് സീറ്റ് വരും. അതുപോലെ തന്നെ വെറും 400 രൂപ മുതൽ മാറ്റും തരും. ഓക്കെ. വേറെ ഇനിയിപ്പോ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്താ ഇപ്പൊ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പോലെ എന്ത് ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ഷിഫ കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിച്ച സാധനങ്ങൾ ഇപ്പോൾ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടല്ലേ? 1-2 എപ്പിസോഡൊക്കെ ഇവിടുന്ന് വീണ്ടും വരുന്നതാണ്. ഒന്നുകൂടി ഡീറ്റെയിൽ പറഞ്ഞോട്ടെ, എവിടെ നമ്മുടെ ഷോപ്പ് നോക്കെ? നമ്മുടെ ഷോപ്പ് വരുന്നത് ഉക്കടം, കോയമ്പത്തൂരിൽ ഉക്കടം പറഞ്ഞ സ്ഥലത്ത് ഓൾഡ് മാർക്കറ്റ്. ഉക്കടം മാർക്കറ്റ് ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ് അല്ലേ? ഓക്കെ. അതിന്റെ ഉള്ളിൽ തന്നെയാണ്. അതായത് 84, 85, 86 ആണ് നമ്മുടെ ഷോപ്പ്. 85 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയും. ഷിഫ കാർസ് എന്നാണ് ഷോപ്പിന്റെ നെയിം. ഓക്കെ. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ആവശ്യമുണ്ടെന്ന് വിളിച്ചാൽ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഒരു എപ്പിസോഡ് ഞാൻ അതിൻ്റെ അടുത്തടുത്ത വീഡിയോകൾ കാണാൻ മറക്കണ്ട. അതുവരെ എല്ലാവർക്കും